അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വിചിത്രമായ ഒരു മസാല പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമല്ല, ഒരാൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഒരു നൂല് വിഴുങ്ങി പുലരുമ്പോൾ നൂല് അകത്തും പുറത്തുമായി കൊണ്ട് കിടക്കുന്നു. ഇങ്ങനെ മുഴുവൻ ഇവിടെ വലിയൊരു വിഷയമുണ്ട്. സുബഹി ബാങ്ക് കൊടുത്ത് നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുറത്തുള്ള ആ നൂല് പൂർണ്ണമായി വലിച്ചെടുത്താൽ ഉൾഭാഗത്തിൽ നിന്ന് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി ഛർദ്ദിച്ചു എന്ന രീതിയിൽ അവരെ നോമ്പ് മുറിയും. എന്നാൽ പുറത്ത് കിടക്കുന്ന ഈ നൂലിനെ അകത്തേക്ക് വിഴുങ്ങിക്കളഞ്ഞാൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടി ഉള്ളിലേക്ക് വസ്തു പ്രവേശിച്ചു എന്ന രീതിയിലും അവന്റെ നോമ്പ് ബാത്തിലാവും. ഇങ്ങനെ വരുന്ന സമയത്ത് വളരെ പ്രയാസകരമായ രീതിയിൽ തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു അല്പം പ്രയാസമുണ്ടെങ്കിലും അതിന്റെ പരിഹാരമായിക്കൊണ്ട് പറയുന്നത്, ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് ഒരാൾ ഇടപെട്ടുകൊണ്ട്, ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ ഇടപെട്ടുകൊണ്ട് ഇവന്റെ നോമ്പ് മുറിയാത്ത രീതിയിൽ ഒരു പരിഹാരം കാണുക എന്നതാണ്. അതായത് ഇയാൾ പുറത്തുനിന്ന് ഇടപെടുന്ന ആൾ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ അദ്ദേഹത്തിന്റെ പതിപ്പിച്ചുകൊണ്ട് ഇവൻ അറിയാതെ, ഇവന്റെ സമ്മതമില്ലാതെ ഈ പുറത്തുനിന്ന് ഇടപെടുന്ന ആൾ അത് പൂർണ്ണമായി പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നോമ്പുകാരൻ മനഃപൂർവ്വം അവന്റെ പ്രവൃത്തി കൊണ്ടല്ലാതെ ഇവിടെ ഒരു നോമ്പ് മുറിയുന്ന കാര്യം സംഭവിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇവന്റെ നോമ്പ് മുറിയുകയില്ല. ഇതാണ് ഒരു രീതി. മറ്റൊരു രീതി, ഇവൻ വായ തുറന്നുകൊണ്ട് അവന്റെ തൊണ്ടയുടെ പുറം ഭാഗത്തേക്ക് കാണുന്ന ആ ഭാഗം മുതൽക്ക് ആ നൂൽ കട്ട് ചെയ്ത് പുറത്തു ഭാഗം പുറത്തേക്കും അകത്ത ഭാഗം അകത്തേക്കുമാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണുക എന്നതാണ്. ഈ രണ്ട് രീതിയിലും ഇവന്റെ നോമ്പ് ബാത്തിലാകാതെ അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറത്തുനിന്ന് ഇടപെടുന്ന ആളും ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ട നോമ്പുകാരനും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ പറഞ്ഞു വെച്ച രീതിയിൽ, അവര് പ്ലാൻ ചെയ്ത രീതിയിൽ ആവാൻ പാടില്ല എന്ന് വളരെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പൊ ഇടപെടുന്ന ആൾ സ്വയം ഒരു ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട്, മസാലപരമായി ഒരു ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ നോമ്പ് ബാത്തിലാകുന്നതിൽ നിന്ന്, മുറിയുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തലാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വലിച്ചെടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നത് നൂൽ മുറിച്ചെടുക്കാൻ സംവിധാനം ഇല്ലെങ്കിലാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഈ രണ്ട് രീതിയിലും പരിഹാരം കാണാൻ കഴിയില്ലെങ്കിൽ അവന്റെ നോമ്പ് മുറിയുന്ന രീതിയിൽ പൂർണ്ണമായി ആ നൂൽ വലിച്ചെടുക്കുകയോ പൂർണ്ണമായി ഈ നൂൽ വിഴുകുകയോ ചെയ്തുകൊണ്ട് അവരുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണുക. പക്ഷേ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട് എന്ന് മാത്രം നാം ഓർക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.